السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد اتقوا الله عباد الله. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസിമ മിൻ ഫിത്നതി അദ്ദജ്ജാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും 10 ആയത്തുകൾ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ 10 ആയത്തുകൾ ഒരു മനുഷ്യൻ ഹിഫ്ളാക്കുകയാണ് എങ്കിൽ ഉസിമ മിൻ ഫിത്നതി അദ്ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നതാണ് എന്ന്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖറഅ അൽ അശ്റ അൽ അവാഖിറ മിൻ സൂറത്തുൽ കഹ്ഫി ഉസിമ മിൻ ഫിത്നതി ദജ്ജാൽ, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്താലും അവരും ഈ ഒരു ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അവനും രക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊക്കെ ഇന്ന് അറിയാവുന്ന കാര്യമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. പലപ്പോഴും പല ആളുകളും ചിന്തിക്കും, ഫിത്നത്ത് ദജ്ജാൽ എന്ന് പറഞ്ഞ ദജ്ജാലിൻ്റെ ഫിത്ന എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരാനുള്ള ഒന്നല്ലേ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഴുവൻ അമ്പിയാക്കളും ആ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും രക്ഷ ചോദിച്ചിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ രക്ഷ ചോദിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ദജ്ജാൽ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും അവന് ഏതൊരു കാര്യം പറഞ്ഞാലും അവനെ തസ്ദീഖ് ചെയ്യുന്ന, അവനെ സത്യപ്പെടുത്തുന്ന, അവനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത് ഒറ്റയടിക്ക് വരുന്നു, അത് സംഭവിക്കുന്നു എന്നല്ല. നേരെ മറിച്ചിട്ട് ഓരോ ഘട്ടങ്ങളായി മനുഷ്യൻ്റെ ചിന്താഗതിയും അവൻ്റെ ആലോചനകളും മറ്റുമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് അവൻ്റെ ചിന്താഗതികളെല്ലാം മാറി എന്ത് കണ്ടാലും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും വിശ്വസിക്കുന്ന, ശുദ്ധ ഖുർആനിൽ നിന്ന് അകലുന്ന, സുന്നത്തിൽ നിന്ന് അകലുന്ന ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് വന്നതിന് ശേഷം അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ വിശ്വസിക്കണം. നമുക്കറിയാം ഒരുപാട് തിന്മകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. ആ തിന്മകളൊക്കെ നമുക്കറിയാം ഇസ്ലാമിൽ അതൊക്കെ വലിയ തിന്മകളാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടും പല തിന്മകളിലും നമ്മളും ഭാഗവാക്കുകളാണ്. ഇപ്പോൾ നമുക്കറിയാം മ്യൂസിക് അത് തിന്മയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആൺ പെൺ കൂടിക്കലരുകൾ, അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടോ തിന്മകളായിട്ട് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിട്ടുള്ളത്, അതൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, അതൊരു വളരെ യസീറായ, വളരെ എളുപ്പമുള്ള, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നില്ലേ എന്നൊരു മെൻറ്റാലിറ്റി നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് പോകും തോറും ഒരു ദജ്ജാൽ വരുന്ന ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവനെ തസ്ദീഖ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ആ ദജ്ജാലിൻ്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ അവൻ വന്ന ഉടനെ ഉണ്ടാകുന്നത് മാത്രമല്ല, അതിനു മുമ്പ് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളും അവൻ്റെ ഫിത്നയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്നൊക്കെ ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവനക്ക് ഒരു മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആദ്യത്തെ 10 ആയത്തുകൾ മനനം ചെയ്യുക, ഹിഫ്ള് ചെയ്യുക എന്നുള്ളത്. അതല്ലെങ്കിൽ അവസാനത്തെ 10 ആയത്തുകൾ അവൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ഖറഅ അൽ കഹ്ഫ യൗമൽ ജുംഅത്തി ഫഹുവ മഅസൂമുൻ ഇലാ 8 അയ്യാമിൻ മിൻ കുല്ലി ഫിത്നത്തിൻ തകൂൻ. ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ പിന്നീട് അങ്ങോട്ടുള്ള 8 ദിവസങ്ങളിൽ എന്ത് ഫിത്നകൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവൻ അതിൽ നിന്നെല്ലാം സുരക്ഷിതനായിരിക്കും. മാത്രമല്ല ഫൈൻ ഖറജ ദജ്ജാലു ഉസ്മ മിൻഹു, അതിൽ ദജ്ജാൽ പുറപ്പെട്ടാൽ പോലും ആ ദജ്ജാലിൻ്റെ ഫിത്നയിൽ പോലും എന്ത് ചെയ്യില്ല, അവൻ പെട്ടുപോവുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫി യൗമിൽ ജുമുഅത്തി അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈനി. ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള സമയങ്ങൾക്കിടയിൽ അവനൊരു പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവൻ്റെ തീരുമാനങ്ങളിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും ഒരു ഉന്മേഷം അവനക്ക് കണ്ടെത്താൻ കഴിയും. നാളെ ഖിയാമത്ത് നാളിൽ അവന് സിറാത്ത് പാലം കടക്കുന്ന സന്ദർഭത്തിൽ അതൊക്കെ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യുമെന്നും നമുക്ക് കാണുവാൻ, പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.